പവിത്രത്തിന്റെ ഈ ആഴ്ചയിലെ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ദേവരാജനുമായുള്ള മീറ്റിംഗ് കഴിഞ്ഞ് വേദ വീട്ടിലെത്തുമ്പോഴേക്കും പുറകെ തരുണും അങ്ങോട്ട് എത്തുകയാ. തരുൺ വന്ന് കാറിൽ നിന്നിറങ്ങുമ്പോഴേക്കും ഗൗരി അങ്ങോട്ട് ഓടിയെത്തുകയാ. തരുൺ ഗൗരിയെ കോരിയെടുത്ത് എന്താ എന്റെ ഗൗരിക്കുട്ടി എന്ന് ചോദിക്കേ മോളിലേക്ക് പോവാമെന്ന് പറഞ്ഞ് ഗൗരിയും വിളിക്കുക. അവള് ഡൈനിങ് ടേബിളിലിരുന്ന് പൂമാല കെട്ടുകയാണ് സേതുലക്ഷ്മി. വേദ അങ്ങോട്ട് വരുമ്പോഴേക്കും ചായ എടുക്കാമെന്ന് പറഞ്ഞ് ജോലിക്കാരി അവിടുന്ന് പോവുകയാ. വേദ സേതുലക്ഷ്മിയുടെ കൂടെ ഇരിക്കുമ്പോഴേക്കും ഇന്ന് നേരത്തെ വന്നു അല്ലേ, നീ നേരത്തെ വരുമെന്ന് പറഞ്ഞ് ഗൗരിമോള് കാത്തിരിക്കുകയായിരുന്നു എന്ന് സേതുലക്ഷ്മി പറയുന്നുണ്ടെങ്കിലും ടെൻഷനോടിരിക്കുന്ന വേദയെ കാണേ എന്തു പറ്റിയെന്നവർ വീണ്ടും ചോദിക്കുക. അത് കേട്ട് വേദയും ഞാൻ ചെയ്യുന്നത് തെറ്റാണോ അമ്മേ? എനിക്കിപ്പോ ഗൗരിയോട് സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നു. അവളോട് സത്യങ്ങളെല്ലാം മറച്ചുവെച്ച് ഞാൻ അവളെ പറ്റിക്കുകയാണോ എന്നൊരു തോന്നല്. കുറെ കാലം കഴിഞ്ഞ് അവളെല്ലാം അറിയുമ്പോൾ അവളുടെ അമ്മ ഒരു മോശം സ്ത്രീയായിരുന്നു എന്ന് വിചാരിക്കും അവള് എന്ന് വേദ ടെൻഷനോടെ ചോദിക്കുക. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ മോളെ എന്ന് സേതുലക്ഷ്മിയും. അവളുടെ ശരിക്കുള്ള അച്ഛനെ മറച്ചുവെച്ച് മറ്റൊരാളെ അച്ഛനെന്ന് ചൂണ്ടിക്കാണിച്ച് വളർത്തുകയായിരുന്നു എന്ന് വിചാരിക്കില്ലേ അവളെന്ന് വേദ ചോദിക്കുക. കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ടായിരുന്ന തോന്നല് ഇപ്പോഴെന്തേ ഉണ്ടാവാൻ എന്ന് സേതുലക്ഷ്മിയും ചോദിക്കുക. എല്ലാ കാലത്തും എനിക്ക് ഈ തോന്നലുണ്ടായിരുന്നു എന്ന് വേദ പറയേ, മോളത് ചെയ്തത് മറ്റൊന്നിനും ആയിരുന്നില്ലല്ലോ, കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായിരുന്നില്ലെന്ന് സേതുലക്ഷ്മിയും ചോദിക്കുക. അതെ, എന്നാലും എന്ന് വേദ ടെൻഷനോടെ പറയേ, നീ ചെയ്ത അതേ കാര്യം തന്നെയല്ലേ ഈ അമ്മയും ചെയ്തത്. അവന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് അവനെ വിശ്വസിപ്പിച്ചത് ഞാനും കൂടെയല്ലേ. നീയും ഞാനും ചെയ്തത് ശരിയാണ് മോളെ. അമ്മ എന്ന നിലയിൽ ഞാനും നീയും ചെയ്തത് തെറ്റാണ്. നീ നിന്റെ സ്വന്തം കാലിൽ നിൽക്കണമെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇപ്പൊ അതായി. ഇനി എപ്പോ വേണേലും എല്ലാ സത്യവും നിനക്ക് അവനോട് പറയാം. ഞാൻ എതിര് നിൽക്കല്ലെന്ന് സേതുലക്ഷ്മിയും പറയുന്നുണ്ട്. അത് കേട്ട് വേദയും എനിക്കിപ്പോ എന്നെയോ മോളെയോ കുറിച്ച് ഓർത്തല്ല പേടി. അങ്ങനൊരു നിമിഷം തരുൺ എങ്ങനെ മറികടക്കുമമ്മേ എന്നവൾ ചോദിക്കേ. അതറിയില്ല മോളെ, പക്ഷെ അതിന്റെ പേരിൽ അവൻ നിന്നെയോ മോളെയോ വെറുക്കില്ല. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്ന് സേതുലക്ഷ്മി പറയുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന ഗൗരിയും എല്ലാവരും റെഡി ആയിക്കോ, അച്ഛൻ മാളിലേക്ക് പോവാൻ സമ്മതിച്ചു എന്ന് സന്തോഷത്തോടെ പറയുന്നു. എന്റെ കുഞ്ഞ് അച്ഛമ്മയില്ലെന്ന് സേതുലക്ഷ്മി. അതെ അച്ഛമ്മേ, അത് പറ്റില്ല കേട്ടോ, പോയേ പറ്റൂ, അച്ഛമ്മ കൂടെ വരണമെന്ന് ഗൗരി വാശി പിടിക്കുമ്പോഴേക്കും തരുൺ അങ്ങോട്ടെത്തുക. നോക്കി അച്ഛ, അച്ഛമ്മ വരുന്നില്ല, വരാൻ പറ അച്ഛ എന്ന് ഗൗരി പരിഭവത്തോടെ പറയേ. അമ്മ പുറപ്പെടാൻ നോക്ക്, എല്ലാവരും ഒരുമിച്ച് പോവാന്നുള്ളത് അവളുടെ ആഗ്രഹമല്ലേ എന്ന് തരുണും പറയുകയാണ്. വേദയെ ശ്രദ്ധിച്ച് താൻ എന്താടോ ഇങ്ങനെ ഇരിക്കുന്നേ, മീറ്റിങ്ങിനെ കുറിച്ച് ഓർത്തിട്ടാണോ? അവിടെ തന്റെ സ്റ്റാൻഡ് തന്നെയായിരുന്നു ശരി, ഞാൻ അത് അവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്, മോള് ചെല്ലെന്ന് പറഞ്ഞ് തരുണും അവിടുന്ന് പോവുകയാ. ഗൗരി സേതുലക്ഷ്മിയുടെ അരികിലേക്ക് വന്ന് അച്ഛമ്മ എഴുന്നേറ്റെ, വേഗം എന്നെ കുളിപ്പിച്ചതാ വാ എന്ന് വിളിച്ച് കയ്യിൽ പിടിച്ച് വലിക്കുമ്പോഴേക്കും എന്റെ മോളെ ഞാനില്ല എന്ന് സേതുലക്ഷ്മി. വീണ്ടും ഗൗരി പിടിച്ച് വലിക്കേ സേതുലക്ഷ്മി അവളെയും കൂട്ടി അവിടുന്ന് പോവുകയാണ്. സന്ധ്യയാവുമ്പോൾ ശ്രീജ ഡൈനിങ് ഹാളിലിരുന്ന് പച്ചക്കറി മുറിക്കുമ്പോഴാണ് അപ്പമോൾ ട്യൂഷൻ കഴിഞ്ഞ് അങ്ങോട്ട് കയറി വരുന്നത്. അവൾ സന്തോഷത്തോടെ അമ്മയുടെ അരികിലേക്ക് വന്ന് അമ്മേ ചെറിയച്ഛൻ എവിടെയെന്ന് ചോദിക്കേ. മുറിയിലുണ്ടെന്ന് ശ്രീജ പറയേ. അവൾ അങ്ങോട്ട് ഓടുകയാ. അച്ഛന്റെ കൂടെ ഇരിക്കുന്ന വിക്രവും അവളെ കണ്ട് എഴുന്നേറ്റ് വരുമ്പോഴേക്കും ചെറിയച്ഛൻ എന്ന് വിളിച്ച് അപ്പുവും വിക്രത്തെ കെട്ടിപ്പിടിക്കുകയാ. അവളെ ശ്രദ്ധിച്ചു നോക്കി വിക്രവും പറയുന്നുണ്ട് അപ്പുവിന്റെ കുഞ്ഞിലത്തെ ഛായ ആകെ മാറി. അത് കേട്ട അപ്പുവും പക്ഷെ ചെറിയച്ഛനൊരു മാറ്റവുമില്ല, പഴയതുപോലെ തന്നെയുണ്ടെന്ന് പറയുന്നുണ്ട്. വിക്രം അവളെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റാത്തോണ്ടാ, അല്ലെങ്കിൽ ചെറിയച്ഛനെ കൂട്ടാൻ ഞാനും വന്നേനെ എന്ന് അപ്പു പറയുകയാ. ഏയ് അതെന്തിനാ കൂട്ടിക്കൊണ്ടുവരുന്നത്, അങ്ങനെ അഭിമാനിക്കാവുന്ന സ്ഥലത്തു നിന്നൊന്നുമല്ലല്ലോ എന്ന് വിക്രവും ചോദിക്കുന്നുണ്ട്. ആര് പറഞ്ഞു? തെളിവിന്റെ പേരും പറഞ്ഞ് ചെയ്യാത്ത കുറ്റത്തിനല്ലേ ചെറിയച്ഛനെ ഇത്രയും കാലം ജയിലിലിട്ടത്. അപ്പൊ തെറ്റുകാരെ ചെറിയച്ഛനല്ല സർക്കാരാ, പിന്നെന്തിനാ അവിടെ വരുന്നതിലും റിസീവ് ചെയ്യുന്നതിലും നാണക്കേട് തോന്നുന്നത് എന്നവൾ പറയുന്നത് കേൾക്ക് ശ്രീജയും അങ്ങോട്ട് വന്ന് നോക്കി നിൽക്കുക. സുധാകരൻ മാഷും അപ്പോഴേക്കും അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട്. എടി നീ ആള് കൊള്ളാലോ എന്ന് വിക്രവും പറയുകയാ. സംസാരം വിക്രം കേൾക്കാനിരിക്കുന്നതേയുള്ളൂ എന്ന് ശ്രീജയും ചിരിയോടെ പറയുകയാ. ഞാൻ അത്ര വായാടിയൊന്നുമല്ല, ആണോ അച്ചച്ച എന്നപ്പം മാഷിനോടായി ചോദിക്കേ. ഏയ് ഒട്ടുമല്ല, എന്റെ മോള് പറയേണ്ടത് കൃത്യമായിട്ട് പറയും, അത്രേ ഉള്ളൂ എന്ന് പറയുകയാ. ശ്രീജയും പറയുന്നുണ്ട് ചിലപ്പോ ഇവള് ചില കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ വേദയെ ഓർമ്മ വരുമെന്ന്. അത് കേട്ട അപ്പവും വേദച്ചെറിയമ്മയുടെ വിവരവും കഴിവുമൊന്നും എനിക്കില്ല കേട്ടോ, അതിവര് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. ഇനിയാണ് ചെറിയച്ച നമുക്കൊരു അടിപൊളി ആക്ഷൻ പ്ലാൻ വേണ്ടതെന്ന് അവൾ പറയുന്നത് കേൾക്കെ. ആക്ഷൻ പ്ലാനോ എന്ന് മാഷൻ ചോദിക്കുക. അതെ, വേദച്ചെറിയമ്മയെ ആദ്യം കണ്ടെത്തണം, അതിനുള്ള കാര്യങ്ങൾ ആദ്യം ആലോചിക്കണം, അതിനുശേഷം പണ്ടത്തെ പോലെ നമുക്കൊരുമിച്ച് ഒരു വീട്ടിലേക്ക് മാറണം, അച്ഛന്റെ പഴയ വീട്ടിലെ പോലെ എല്ലാവരും ഒന്നിച്ച്. അത് നല്ല രസമായിരിക്കും അല്ലേ അമ്മേ എന്നവൾ സന്തോഷത്തോടെ ചോദിക്കേ. അതൊക്കെ നമുക്ക് ആലോചിക്കാം, നീ ആദ്യം കുളിച്ച് വേഷം മാറിവാ, ഞാൻ ചായ എടുക്കാമെന്ന് ശ്രീജ പറയുന്നുണ്ട്. അത് കേട്ട അപ്പവും ഇനി അതൊന്നും വേണ്ടെന്നേ, 1 മണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ളതല്ലേ, അത് മതി, അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ ചെറിയച്ച എന്ന് പറഞ്ഞ് അപ്പോൾ ഇവിടുന്ന് പോവാൻ തുടങ്ങും നേരം വീണ്ടും ആലോചനയോടെ തിരിഞ്ഞ് ചെറിയച്ചനൊന്ന് മാറിക്കേ എന്ന് പറഞ്ഞ് റൂമിലേക്ക് ചെന്ന് തന്റെ ബുക്ക് എടുത്തുകൊണ്ടുവന്ന്
കുറച്ച് ഹോംവർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. എല്ലാം കഴിയുമ്പോൾ രാത്രി 12 മണിയെങ്കിലും ആവും. അപ്പൊ ചെറിയച്ഛനെയും അച്ചാച്ചനെയും ഒക്കെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ആക്ഷൻ പ്ലാനിന്റെ ചെറിയൊരു ഉദാഹരണം. അപ്പൊ കുളിച്ചിട്ട് കാണാമെന്ന് പറഞ്ഞ് അപ്പോ ഇവിടുന്ന് പോവുകയാണ്. അവൾ പോകുന്നത് നോക്കി വിക്രവും പറയുന്നുണ്ട്, മിടുക്കിയാണല്ലോ അച്ചാന്ന്. അതെ, അവളുടെ മുറിയാ അത്. എനിക്ക് വയ്യാതായപ്പോ അവൾ എന്നെ നിർബന്ധിച്ച് ഇവിടെ കിടത്തി. അവള് ഹാളിലേക്ക് മാറി. വിശ്വവും ശ്രീജയും ഒന്നും പുറത്തു കാണിക്കുന്നില്ലെന്നേയുള്ളൂ. നല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്കുണ്ടെന്ന് അച്ഛനും പറയുകയാ. വന്നപ്പോ തന്നെ എനിക്കത് മനസ്സിലായി എന്ന് വിക്രവും. എന്റെ പെൻഷൻ എടുത്തോളം പറഞ്ഞാലും വിശ്വം അത് കേൾക്കില്ല. അത് ബാങ്കിൽ തന്നെ കിടന്നോട്ടെ എന്ന വാശിയാ അവന്. ഒരുപാട് കാലത്തെ മടി കഴിഞ്ഞ് അധ്വാനിക്കാൻ തുടങ്ങിയപ്പോ അത് അങ്ങേയറ്റമായി. എന്നച്ഛൻ പറയുന്നതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനും കൂടി ഇവിടെ നിൽക്കുന്നത് ഇവർക്ക് ബുദ്ധിമുട്ടാവില്ല അച്ഛാ. ഞാൻ എങ്ങോട്ടേലും മാറിയാലോ എന്ന് വിക്രം ചോദിക്കുക. ഇവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ എനിക്കിനി നിന്റെ കൂടെ അല്ലാതെ വയ്യ എന്ന് അച്ഛൻ പറയുന്നതൊക്കെ വിക്രം അച്ഛനെ ചേർത്ത് പിടിക്കുക. പിന്നീട് മോളിൽ പോയി തിരിച്ചു വരുന്ന തരുണിനെയും കൂട്ടരെയുമാണ് കാണിക്കുന്നത്. ഡ്രൈവ് ചെയ്യുന്ന തരുൺ പുറകിൽ വേദിയുടെ കൂടെ ഇരിക്കുന്ന ഗൗരിമോളോടായി, ഗൗരിമോളെ, മോൾക്ക് ഗെയിം സോണിലെ കളികളൊക്കെ ഇഷ്ടായോ എന്ന് ചോദിക്കുക. നല്ല ഇഷ്ടായച്ചാ, ശരിക്കും ഇഷ്ടമായത് റേസിംഗ് കാറാ എന്നവൾ പറയുന്നത് കേട്ട് സേതുലക്ഷ്മിയും അല്ലെങ്കിലും ഈ കുഞ്ഞിക്ക് ബൈക്ക് ഓടിക്കുന്നതും കാർ എടുപ്പിക്കുന്നതും ഒക്കെ തന്നെയാ ഇഷ്ടം. പെൺകുട്ടികൾ കളിക്കുന്നതൊന്നും പോരാ ഇവൾക്ക് എന്ന് പറയേ, അങ്ങനെ പെൺകുട്ടികൾ കളിക്കുന്ന ഗെയിമൊന്നും ഇക്കാലത്ത് ഇല്ല അമ്മേ. അല്ലേ മോളെ എന്ന് ചിരിയോടെ തരുണും ചോദിക്കുക. അതെങ്ങനെ, അച്ഛന്റെ സ്വഭാവമല്ലേ മോൾക്ക് കിട്ടൂ എന്ന് സേതുലക്ഷ്മി പറയുന്നവൾക്ക് വേദ സ്നേഹത്തോടെ ഗൗരിയുടെ മുടിയിലൊന്ന് തലോടി പുറത്തേക്ക് നോക്കിയിരിപ്പാ. അത് ശ്രദ്ധിച്ച് ഗൗരിയും എന്താ അമ്മ ആലോചിക്കുന്നത് എന്ന് ചോദിക്കേ, ഏയ് ഒന്നുമില്ല എന്ന് വേദയും പറയുകയാ. അപ്പോഴാണ് ഗൗരി, അച്ഛാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ കാറിൽ പോകുമ്പോൾ അമ്മ എന്താ എപ്പോഴും പിന്നിലിരിക്കുന്നത്? സ്കൂളിൽ കൊണ്ടുപോകാൻ വരുന്ന മറ്റു കുട്ടികളുടെ അമ്മമാരെ മുമ്പിലായിരിക്കാറ് എന്നവൾ ചോദിക്കുന്നവൾക്ക് വേദയും, അതെ, അമ്മയ്ക്ക് മുമ്പിലിരുന്ന ഛർദ്ദിക്കാൻ വരും അതാ എന്ന് പറഞ്ഞവളെ ചേർത്ത് പിടിക്കുക. അപ്പോഴാണ് അവരുടെ കാറിനെ ഫോളോ ചെയ്യുന്ന 2 കാറുകൾ തരുണിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പരിഭ്രമം പുറത്തു കാണിക്കാതെ തരുണും, ഗൗരിമോൾക്ക് ഫുഡൊക്കെ ഇഷ്ടായോ എന്ന് ചോദിക്കേ, നല്ല ഇഷ്ടായി, പക്ഷേ നൂഡിൽസിൽ കുറച്ച് എരിവുണ്ടായിരുന്നു അല്ലേ അമ്മേ? ഇനി മുതൽ എല്ലാ വീക്കെൻഡിലും നമുക്ക് മോളിലേക്ക് വരാം കേട്ടോ അച്ഛാ എന്ന് ഗൗരി പറയുന്നുണ്ടെങ്കിലും ഫോളോ ചെയ്യുന്നവരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുകയാണ് തരുണും. അച്ഛൻ ഞാൻ പറയുന്നത് കേട്ടോ എന്ന് ഗൗരി ചോദിക്കേ, ആ കേട്ടല്ലോ എന്ന് തരുണും. പിന്നെന്താ വരാമെന്ന് സമ്മതിക്കാത്തത് എന്ന് ഗൗരി ചോദിക്കേ, ഫോളോ ചെയ്യുന്നവരെ ശ്രദ്ധിച്ച് പോവാന്നേ, ഒഴിവുള്ളപ്പോഴൊക്കെ നമുക്ക് പോവാൻ കേട്ടോ എന്ന് തരുണും പറയുന്നു. അച്ഛൻ ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്ന് ഗൗരി വീണ്ടും ചോദിക്കുമ്പോഴേക്കും അപകടം മണത്ത വേദയും, മോളൊന്ന് കുറച്ചു സമയം മിണ്ടാതിരുന്നേ, വണ്ടി ഓടിക്കുമ്പോ കോൺസെൻട്രേഷൻ കിട്ടണ്ടേ എന്ന് പറഞ്ഞു വേദ അവളെ പിടിച്ചിരുത്തുമ്പോഴേക്കും ഫോളോ ചെയ്തൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് അവരുടെ മുന്നിൽ കയറുകയാണ്. ഇതാ മോളെ പിടിച്ചിരുന്നോ എന്ന് വേദയോടായി പറഞ്ഞ് തരുൺ ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ വണ്ടി അവരെ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കാതെ സ്പീഡിൽ ഓടിക്കുകയാണ്. അത് കണ്ട് ഗൗരിയും, അമ്മേ ഞാൻ കളിച്ച ഗെയിം പോലെ ഉണ്ടല്ലോ ഇത് എന്ന് പറയുമ്പോഴേക്കും പുറകിലെ വണ്ടി വന്ന് തരുണിന്റെ കാറിൽ ഇടിക്കുക. ആ ഇടിയുടെ ആഘാതത്തിൽ ഗൗരി തെറിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. ബോധം പോയ ഗൗരിയെ വേദ കാറിനുള്ളിൽ നിന്ന് പൊക്കിയെടുത്ത് പൊട്ടിക്കരയുകയാ. എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമത്തോടെ പകച്ചു നിൽക്കുകയാ തരുണും. രാത്രി നല്ല ഉറക്കത്തിലായിരുന്ന തരുണും പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാ. അവന്റെ കൂടെ ഉറങ്ങുകയായിരുന്ന മാഷവും എഴുന്നേറ്റ് ലൈറ്റിട്ടുകൊണ്ട് എന്താ എന്ന് ചോദിക്കുക. ഒരു കരച്ചിൽ കേട്ടതുപോലെ എന്ന് പരിഭ്രമത്തോടെ വിക്രവും പറയുന്നുണ്ട്. കരച്ചിലോ? നീ എന്തൊക്കെ ഈ പറയുന്നത്? ഇവിടെ ഇപ്പൊ ആര് കരയാനെന്ന് അച്ഛനും ചോദിക്കുക. ഇവിടെയല്ല അച്ഛാ, എന്റെ ഉള്ളിലാത്. ഇടയ്ക്കിടെ സ്വപ്നത്തിൽ അത് കേൾക്കാം. ഒരു കുട്ടിയുടെ അവ്യക്തമായ ഒരു മുഖവും ചെവി തുളച്ചു പോകുന്നൊരു കരച്ചിലുമൊക്കെ. അമ്മ മരിച്ച അന്നായിരുന്നു ആദ്യം അത് കേട്ടത്. ഒരു കുഞ്ഞ് ജനിച്ചു വീണതുപോലെയുള്ളൊരു കരച്ചില്. പിന്നെ ഇടയ്ക്കിടെ അത് ആവർത്തിക്കാൻ തുടങ്ങി. കാലം പോകുന്നതിനനുസരിച്ച് ആ കുഞ്ഞും വളർന്നുകൊണ്ടിരിക്കുന്നത് പോലെ എന്നവൻ പറയുന്നതുകൾക്ക്, നീ ജയിലിനകത്തായിരുന്നല്ലോ, പലതും ഓർത്തുള്ള ഹാലൂസിനേഷൻ ആവും എന്നച്ഛനും പറയുകയാ. എനിക്കറിയില്ല അച്ഛാ, ഒരുപക്ഷെ വേദയും ഞാനും സ്വപ്നം കണ്ട കുഞ്ഞ് എന്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിലോ, എനിക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് അവളും ഉള്ളിൽ വളരുകയായിരിക്കും എന്നവൻ പറയേ, എനിക്കറിയാം, കണ്ണടച്ചു കിടന്നാലും അത്ര പെട്ടെന്നൊന്നും ഉറക്കം വരുന്ന അവസ്ഥയല്ലെന്ന്. മനുഷ്യന്മാർക്ക് പൊരുത്തപ്പെട്ടല്ലേ പറ്റൂ, കിടന്നുറങ്ങാൻ നോക്കുന്നീ എന്നച്ഛൻ അവനെ ആശ്വസിപ്പിക്കുക. അവൻ വെള്ളം കുടിക്കാനായി ജഗ് എടുക്കുന്നുണ്ടെങ്കിലും അതിൽ വെള്ളമില്ലായിരുന്നു. കുറച്ച് വെള്ളം എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ആ ജഗ്ഗുമായി ഹാളിലേക്ക് ചെന്ന് അവിടെ ഇരുന്ന ജഗ്ഗിന്ന് ആ ജഗ്ഗിലേക്ക് വെള്ളം ഒഴിക്കുക. തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴാണ് അവിടെ കിടന്നിരുന്ന അപ്പുവിനെ അവൻ ശ്രദ്ധിക്കുന്നത്. അവളെ ഒരു നിമിഷം നോക്കി നിന്ന് അവൻ തന്റെ റൂമിലേക്ക് പോവുകയാണ്. ദേവരാജനും ഭാര്യയും നല്ല ഉറക്കത്തിലായിരിക്കുമ്പോഴാണ് ആരോ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് ദേവരാജന്റെ ഭാര്യ ഉണരുന്നത്. നിർത്താതെയുള്ള കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് അവർ ദേവരാജനെ വിളിച്ചുണർത്തി. ആരോ കോളിംഗ് ബെല്ലടിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും, ആരാ ഈ നേരത്തെ ഇങ്ങനെ ബെല്ലടിക്കുന്നതെന്ന് ചോദിച്ച് ദേവരാജൻ എഴുന്നേറ്റ് താഴോട്ടിറങ്ങി ചെല്ലുക. അയാൾ ചെന്ന് മുൻവശത്തെ ഡോർ തുറക്കുമ്പോഴേക്കും അങ്ങോട്ട് കയറി വരികയാ തരുൺ. അവൻ സിറ്റൗട്ടിലേക്ക് കയറി വരുമ്പോഴേക്കും എന്ത് വേണമെന്ന് ദേവരാജൻ ചോദിക്കുക. അതൊക്കെ പറയാമെന്നേ, ഷൂസ് ഊരണോ
എന്ന് ചോദിച്ചവൻ ഷൂലേസ് അഴിക്കാൻ തുടങ്ങി. പിന്നീട് അത് വേണ്ടെന്ന് വെച്ച് അല്ലെങ്കിൽ വേണ്ടെന്നേ മെനക്കേടാ, അതിന് മാത്രം പൊടിയൊന്നും കാലിലില്ലെന്ന് പറഞ്ഞ് രാജനെയും കൂട്ടി ഹാളിലേക്ക് കയറുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന ദേവരാജന്റെ ഭാര്യയെ കണ്ട് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു, നന്നായി, ഇനി മോളെ കൂടി ഒന്ന് വിളിച്ചോ എന്ന് പറഞ്ഞ് സോഫയിലേക്ക് ഇരുന്ന് വേഗം വിളിക്ക്, എനിക്ക് സമയമില്ല, മോളെ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടെ ചേച്ചി പോയിട്ടൊരു ചായ എടുത്തോണ്ട് വാ, അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് സംസാരിച്ചിരിക്കാം ചെല്ലെന്ന് പറയേ ദേവരാജന്റെ ഭാര്യ മോളെ വിളിക്കാനായി മുകളിലേക്ക് കയറി പോവുകയും അവർ പോയി കഴിയുമ്പോഴേക്കും തരുണും ദേവരാജനോടായി, അപ്പൊ ദേവരാജ ഞാൻ ഇപ്പൊ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. IPS കഴിഞ്ഞ് ആദ്യ പോസ്റ്റിംഗും കഴിഞ്ഞ് കുറച്ചു നാളെ ആയിരുന്നുള്ളൂ. അന്നത്തെ കമ്മീഷണർ രാജേന്ദ്ര കൗർ എന്നെ ഒരു ദിവസം വിളിപ്പിച്ചു. ഒരു റിവോൾവർ എടുത്ത് എന്റെ കയ്യിൽ തന്നു. എന്നിട്ട് പറഞ്ഞു, പേടിപ്പിക്കാൻ സർക്കാരിനൊരു തോക്ക് മതി, പക്ഷേ കളി ശരിക്കും തീർക്കാൻ ഇവൻ തന്നെ വേണമെന്ന്. പിന്നെ പലപ്പോഴായി ഒരുപാട് പേരുടെ കളി അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ കാലിന്റെ സോക്സിനകത്ത് എപ്പോഴും ഇവൻ കൂടെ ഉണ്ടായിരുന്നു, എന്റെ കളിക്കൂട്ടുകാരൻ എന്ന് തന്റെ സോക്സിൽ ഒളിപ്പിച്ച റിവോൾവറും നോക്കി തരുൺ പറയുന്നുണ്ട്. ആളെ നീ ശരിക്കും അറിഞ്ഞിട്ടില്ല ദേവരാജ, ബന്ധങ്ങൾ ഒരുപാടുള്ളതല്ലേ, ഒന്ന് ഡൽഹിയിലൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്ക്. വീമ്പ് പറയാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത തരുൺ ദബാങ് ആരാണെന്ന് നീ അറിയും എന്ന് തരുൺ പറയുമ്പോഴേക്കും മോളെയും കൊണ്ട് ദേവരാജന്റെ ഭാര്യ അങ്ങോട്ട് എത്തിയിരുന്നു. അവളെ കണ്ട് തരുണും സന്തോഷത്തോടെ മോളെ വാ, ആക്ച്വലി മോളെ കാണാനാ അങ്കിൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു വിളിക്കേ. അത് സാറേ, അവൾ ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലായിരുന്നു ദേവരാജനും. ആണോ, അപ്പോ എന്റെ മകൾ അപാര ധൈര്യശാലിയാണെന്നാണോ ദേവരാജൻ പറയുന്നത് എന്ന് ചോദിച്ചവൻ മോളുടെ അരികിലേക്ക് എഴുന്നേറ്റ് ചെന്ന്, മക്കളൊക്കെ പാവങ്ങളാ ദേവരാജ്, നമ്മൾ അവരെ ഒരിക്കലും ടാർഗറ്റ് ചെയ്യരുത്, പക്ഷെ ഒരാൾ അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നയാൾ എന്തും ചെയ്യും അല്ലേ എന്ന് ദേവരാജനോടായി ചോദിച്ചേ മോളോടായി, മോളുടെ പേരെന്താ എന്ന് തരുൺ ചോദിക്കേ. അനഘ എന്നവളും. അനഘ മോള് പേടിച്ചോ എന്ന് തരുൺ ചിരിയോടെ ചോദിക്കേ. എന്നവളും. എന്തിനാ പേടിച്ചേ? അങ്കിൾ വെറുതെ കാണാൻ വന്നതാ, പോയി കിടന്നുറങ്ങ് ചെല്ലെന്ന് പറഞ്ഞ് തരുൺ അവളെ പറഞ്ഞു വിടുകയും ചായയുമായി വരികയായിരുന്ന അമ്മയുടെ ഇടയിലേക്ക് അവൾ ഓടിച്ചെല്ലുമ്പോഴേക്കും അവർ അവളെയും ചേർത്ത് പിടിച്ച് തരുണിനെ ചായയുമായി ചെല്ലുകയും തരുൺ അവരുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി, ചേച്ചി പോയി കിടന്നോ, ഞാനിപ്പോ പോയി കിടന്നോളാം പറ ദേവരാജ എന്ന് പറയേ ദേവരാജൻ അവരോട് ആംഗ്യം കാണിക്കുകയാണ്. അവർ മോളെയും കൂട്ടി മുകളിലേക്ക് കയറി പോകുമ്പോഴേക്കും തരുണും ചായ കുടിച്ച് പേടിച്ചോണ്ടാവും, മധുരം ഇട്ടിട്ടില്ല, പൊടിയും കുറവ്, എനിക്ക് ഇങ്ങനെയുള്ള ചായ ഇഷ്ടമേ അല്ല, നല്ല മധുരത്തിലെ കുറുക്കി തിളപ്പിച്ചെടുക്കുന്ന ചായയാ എനിക്കിഷ്ടം എന്ന് പറഞ്ഞവൻ അവിടെ വെച്ചൊരു ഷോപ്പീസിന് മുകളിലേക്ക് ആ ചായ ഒഴിക്കുകയാണ്. എന്നിട്ട് അവൻ ദേവരാജനോടായി, തർപ്പണം, ഇനിയും നീ കളിക്കാൻ ഇറങ്ങിയാൽ ചായ മാത്രമല്ല കുറച്ച് കൂടുതൽ കറികളടക്കം സദ്യ തന്നെ ഉണ്ടാക്കിപ്പിക്കും, പേടികൊണ്ട് നിന്റെ ഭാര്യ അതിന്റെ കൂട്ടുതെറ്റിച്ച് സ്വാദില്ലാതാക്കിയാൽ എന്റെ ദേവരാജ കുറച്ചധികം തർപ്പണം നീ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ കപ്പ് ദേവരാജന്റെ കയ്യിലേക്ക് കൊടുത്ത് യാത്ര പറഞ്ഞിറങ്ങുകയാണ്.